പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലുമായി ബന്ധമുള്ളത് എന്ന് ആരോപിക്കപ്പെടുന്ന ചില വ്യാപാര സ്ഥാപനങ്ങൾക്ക് എതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകൾ നടത്തുന്ന ചില സമരങ്ങൾ ഇപ്പോൾ ജമാഅത്ത് വിരുദ്ധരുടെ ക്രൂരമായ പരിഹാസങ്ങൾക്കും അവഹേളനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അനവധി മുസ്ലിം സംഘടനകൾ നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇനി RSSും അതുപോലെ ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായിട്ടുള്ള പ്രചാരകരായിട്ടുള്ള ആളുകളും ലക്ഷ്യം വയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ചുരുട്ടിക്കെട്ടുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പലരും വളരെ പുളകത്തോടു കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കുമെതിരായ അവരുടെ സമര പരിപാടികൾക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്. പല മുസ്ലിം സംഘടനകളും നിരോധിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ രംഗത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. മകൻ മരിച്ചിട്ടായാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന നിലയിലാണ് നമ്മുടെ പല സംഘടനകളുടെയും അവസ്ഥ എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു ബഹിഷ്കരണ സമരം എന്ന് പറഞ്ഞാൽ അത് പ്രതീകാത്മകമായ സമരമാണ്. ഏതൊരു ബഹിഷ്കരണത്തെയും ഇപ്പോൾ ഈ പരിഹസിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ പരിഹസിക്കാവുന്നതാണ്. ഉദാഹരണമായി നമ്മുടെ സുന്നികളായ നമ്മൾ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെയും CM മടവൂരിനെയും വിളിച്ച് സഹായം തേടുന്നു. അപ്പോൾ മുജാഹിദുകളും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റുള്ളവരുമൊക്കെ നമ്മളോട് ചോദിക്കാതിരിക്കട്ടെ, നിങ്ങളെന്താ അങ്ങനെയാണെങ്കിൽ മറ്റ് ഔലിയാക്കളെ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കാത്തത്? അവിടെ ഉഗാണ്ടയിൽ, സുഡാനിൽ, വെനീസ്വലയിൽ, ഫിലിപ്പീൻസിൽ, ഇന്തോനേഷ്യയിലൊക്കെ ഒരുപാട് മരിച്ചുപോയ ഔലിയാക്കളുണ്ട്. അവരെയും കൂടി നിങ്ങൾ വിളിച്ച് തേടേണ്ടതല്ലേ? നിങ്ങളെന്താ ഈ CM മടവൂരിൻ്റെ റിഫായി ഷെയ്ഖിനെയും മുഹീദ്ദീൻ ഷെയ്ഖിനെയും വിളിച്ച് മാത്രം തേടുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ എല്ലാവരെയും കൂടി വിളിച്ച് തേടാൻ നമുക്ക് നേരം കിട്ടുമോ? ഇല്ലല്ലോ. എന്നതുപോലെ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ടാറ്റയുടെ ബസ്സിൽ നിങ്ങൾ കയറാൻ പാടില്ലല്ലോ, ടാറ്റയുടെ വിമാനത്തിൽ നിങ്ങൾ കയറാൻ പാടില്ലല്ലോ, നിങ്ങൾ അത് കുടിക്കാൻ പാടില്ലല്ലോ, ഇത് തിന്നാൻ പാടില്ലല്ലോ, അതൊക്കെ ബഹിഷ്കരിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് ഖാരിജുന അൻ ത്വാഖത്തിന, നമ്മുടെ കഴിവിനെ തൊട്ട് പുറത്തായ കാര്യങ്ങളാണത്. കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മുജാഹിദുകളോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ജാറങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആളുകളല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ എല്ലാ ജാറങ്ങളും പൊളിക്കാത്തത്? ഒരു ജാറും പോലും പൊളിക്കാൻ കഴിയില്ല എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ഒരു മുന്നോട്ട് വയ്ക്കുന്നൊരാശയം അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം അത് ഭൗതികമായ അർത്ഥത്തിൽ പൂർണ്ണമായും പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉയർത്തുന്ന ഏതൊരു പ്രതിഷേധവും അത് പ്രതീകാത്മകമാണ്. ആ പ്രതിഷേധം അത് ഭൗതികമായ രൂപത്തിൽ ഫലത്തിൽ വന്നുകൊള്ളണമെന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നിലപാട് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ CAA സമരമുണ്ടായി, പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള സമരമുണ്ടായി. വല്ല കാര്യമുണ്ടായോ? യഥാർത്ഥത്തിൽ അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് വിജയം നേടിയത് എന്ന് പറയാവുന്നതല്ലേ? പൗരത്വ സമരങ്ങൾ കൊണ്ടുണ്ടായ ഗുണം അതാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. വലിയ ഖായിലിൻ അൻ യഖൂല. കാരണം അല്ലയോ കാക്കാമാരെ, മര്യാദയ്ക്കല്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വമൊക്കെ ക്യാൻസൽ ചെയ്ത് തടങ്കൽ പാളയങ്ങളിലൊക്കെ അയക്കും, അല്ലെങ്കിൽ പരലോകത്തേക്ക് അയക്കും എന്ന ഒരു ഭീതി മുസ്ലിങ്ങളിൽ കൂടുതൽ വ്യാപകമാകുന്നതിന് ശക്തിപ്പെടുന്നതിനുമാണ് പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള പ്രക്ഷോഭം സഹായകമായത് എന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ ബില്ലിനെതിരായ സമരങ്ങളെയും വേണമെങ്കിൽ പരിഹസിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ വഖഫ് ബില്ലിനെതിരായിട്ടുള്ള സമരങ്ങളുടെ ഗതി എന്തായി? നമുക്കറിയാമല്ലോ. ഒരു പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അത്
അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അതൊന്നും അവർ വകവെച്ചില്ല. ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് തട്ടിക്കൂട്ടിയപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അതൊന്നും അവർ ഗൗനിച്ചില്ല. പിന്നീട് ആ ബില്ല് അവർ പാസ്സാക്കി. അവിടെ പാർലമെൻറ്റിൽ നമ്മൾ ബഹളമുണ്ടാക്കി. പാർലമെൻറ്റിൻ്റെ പുറത്ത് പല രൂപത്തിൽ പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ വളരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടോടുകൂടി അവർ വഖഫ് ബില്ല് പാസ്സാക്കിയല്ലോ. വഖഫ് ഭേദഗതി ബില്ല് അവർ പാസ്സാക്കി. അതിൻ്റെയൊക്കെ അർത്ഥം വഖഫ് ബില്ലിനെതിരായിട്ടുള്ള വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നിരർത്ഥകമായിരുന്നു, അർത്ഥശൂന്യമായിരുന്നു എന്നാണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സമരം എന്ന് പറഞ്ഞാൽ, ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അത് മജാസിയാണ്, അത് പ്രതീകാത്മകമാണ്. അത് നിസ്സഹായരായ, പീഡിപ്പിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത് എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുകയാണ്. ഒരു പക്ഷേ അതുകൊണ്ട് അനീതിയുടെ വൈതാളികർക്ക്, അക്രമത്തിൻ്റെ ആളുകൾക്ക് കൂടുതൽ ഗുണം അതുകൊണ്ടുണ്ടാവുകയായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്, നിസ്സാര കാര്യങ്ങളിൽ പോലും. ഇപ്പോൾ ഇവിടെ തുപ്പരുത് എന്ന് ബോർഡ് എഴുതി വയ്ക്കാറുണ്ട്, KSRTC സ്റ്റാൻഡിലും മറ്റുമൊക്കെ. ഈ ബോർഡ് കാണുമ്പോഴാണ് അല്ല ഒന്ന് തുപ്പണമല്ലോ എന്ന് പല ആളുകൾക്കും തോന്നുക. അപ്പോൾ അവിടെ തന്നെ തുപ്പും. അതുപോലെ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് എഴുതി വയ്ക്കാറുണ്ട്. അത് കാണുമ്പോഴാണ് അപ്പം മാലിന്യം നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതല്ലേ എന്ന് തോന്നുക. അപ്പോൾ ആളുകൾ അവിടെ തന്നെ ചിലപ്പോൾ മാലിന്യം കൊണ്ടുവന്ന് ഇട്ടു എന്ന് വരും. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയോട് വിരോധമുള്ള മുസ്ലിം സംഘടനക്കാരും അതുപോലെ കാസക്കാരും RSSകാരുമൊക്കെ സുഡിയോയുടെ ഷോറൂമുകളിലേക്ക് എരച്ച് കയറി വസ്ത്രങ്ങൾ വാങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുഡിയോക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം പടച്ച തമ്പുരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയോ സോളിഡാരിറ്റിയോ ഈ ലോകത്തൊരു ശക്തിയും വിചാരിച്ചാലും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. പക്ഷെ പ്രതിഷേധം എന്ന് പറയുന്നത് അതൊരു അമലാണ്. ആ അമല് ചെയ്യാനേ കഴിയുള്ളൂ. അത് ഭൗതികമായി അതിൻ്റെ ഫലം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് അത് നമ്മൾ പടച്ച തമ്പുരാന് വിടുക, അല്ലെങ്കിൽ ഭൗതികവാദികളുടെ ഭാഷയിലാണെങ്കിൽ അത് പ്രകൃതിക്ക് വിടുക എന്നുള്ളത് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ജാറങ്ങൾക്കെതിരായിട്ട് മുജാഹിദുകൾ യുദ്ധം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായല്ലോ. ജാറങ്ങളും ഔലിയാക്കളും സിദ്ധന്മാരും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ജാറങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ യുദ്ധം നിർത്തിവെക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഔലിയാക്കളെ കളിയാക്കൽ കൂടിക്കൂടി വരികയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഔലിയാക്കളാകാതിരിക്കാൻ പറ്റുമോ? ഔലിയാക്കളെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ നമ്മൾ തന്നെ സ്വയം പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള പലതിൻ്റെയും സാധുതയും ആധികാരികതയും നമ്മൾ തന്നെ സ്വയം ചോദ്യം ചെയ്യുകയും റദ്ദ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവോപരി നമ്മൾ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരാണ്. നമ്മുടെ മാതൃക നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ച അഹിംസയിൽ അധിഷ്ഠിതമായ, അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതമായ, സമാധാനപൂർണമായ, സഹനത്തിൻ്റേതായ ഒരു സമര രീതിയാണ് ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് ഇവിടെ അവരുടെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ കൈത്തറി വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കി സ്വദേശീയമായ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പട്ടിണിയിലായോ? ഒരു പക്ഷേ അന്ന് ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ആ കത്തിക്കാൻ വേണ്ടി അവരുടെ വസ്ത്രങ്ങൾ കാശ് കൊടുത്ത് ചിലപ്പോൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആർക്കാ ഗുണം? ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരം അസ്ഥാനത്തായിരുന്നുവെന്നോ അർത്ഥശൂന്യമായിരുന്നുവെന്നോ ഫലരഹിതമായിരുന്നുവെന്നോ അതിനർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബഹിഷ്കരണ സമരം എന്നുള്ളത് ഭാരതീയരുടെ, ഗാന്ധിജിയുടെ ശിഷ്യന്മാരുടെ, ഗാന്ധിജിയുടെ മക്കളുടെ ഏറ്റവും കരണീയമായ, ഏറ്റവും അഭിലഷണീയമായ ഒരു സമരരീതിയാണ്. നമുക്ക് അതാണ് ചെയ്യാൻ കഴിയുക. അത് നൽകുന്ന, അത് പ്രസരിപ്പിക്കുന്ന ആ ഇസ്രായേൽ വിരുദ്ധതയുടെ, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ
വിട്ടുവീഴ്ചയില്ലാത്ത ആ സന്ദേശത്തെ വായിച്ചെടുക്കാൻ കഴിയാത്ത കിണറ്റിലെ തവളകളാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലും പുറത്തും. ഇസ്ലാമോഫോബിയയുടെ മാർക്കറ്റിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. 1980-കളിൽ എം പി മൻമഥൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മദ്യത്തിനും മദ്യ ഷോപ്പുകൾക്കുമെതിരായിട്ടുള്ള ഒരുപാട് സമരങ്ങളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഊരമനയിലെ, അതുപോലെ കൂവപ്പാടത്തെ, അഴിമാവിലെ, പട്ടിമറ്റത്തെ എല്ലാം സമരങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ആ സമരങ്ങൾ മദ്യത്തിനും മദ്യത്തിൻ്റെ ഉപഭോഗത്തിനും മദ്യത്തിൻ്റെ വിപണനത്തിനും എതിരായിട്ട് ഉയർത്തിവിട്ട സന്ദേശം. മൻമഥൻ സാറിൻ്റെ ആ സമരം, പ്രൊഫസർ ജി കുമാരപിള്ളയും എല്ലാം അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ആ അഹിംസാത്മകമായ സമരം, അഴിമാവിൽ നടന്നതുൾപ്പെടെയുള്ള ആ സമരങ്ങൾ ഉയർത്തിവിട്ട ആ ഒരു സന്ദേശം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് കൂവപ്പാടത്ത് കള്ളുഷാപ്പുകൾ ഇല്ലാതെയായോ, ഊരമനയിൽ ഇപ്പോഴും കള്ളുഷാപ്പുകളില്ലേ, അതുപോലെ പട്ടിമറ്റത്ത് ഇപ്പോഴും അതിൽ കൂടുതൽ കള്ളുഷാപ്പുകളില്ലേ എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ സമരത്തിൻ്റെ ഫലദായകത്വത്തെ, അതിൻ്റെ സാഫല്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ഇതൊന്നും അറിയാത്തവരോ ഇത്തരം സാമൂഹിക ശാസ്ത്രമോ അല്ലെങ്കിൽ സമരചരിത്രങ്ങളോ അറിയാത്തവരല്ല ജമാഅത്തെ ഇസ്ലാമിയെ പരിഹസിക്കുന്ന കൂപമണ്ഡൂകങ്ങൾ. മറിച്ച് അവർക്കാവശ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു റാത്തൽ ഇറച്ചിയാണ്. അതിനുവേണ്ടി മുസ്ലിം സമുദായത്തിൽ പരമ്പരാഗതമായിട്ടുള്ള മൗദൂദി വിരോധത്തെ, ജമാഅത്തെ ഇസ്ലാമി വിരോധത്തെ RSSകാരും കാസക്കാരും മുതലെടുത്ത് ജമാഅത്തിനെ പിശാചുവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഓശാന പാടുന്ന ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധരായ മുസ്ലിം സംഘടനകൾ അവർ ഇരിക്കുന്ന കൊമ്പ് സ്വയം മുറിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നിരോധിക്കപ്പെട്ട ചില സംഘടനകൾ, ആ സംഘടനകളുടെ നിരോധനത്തിന് ശേഷം അവർ ടാർഗറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും കൂടി നിരോധിച്ചതിന് ശേഷം അല്ലയോ ജമാഅത്ത് വിരുദ്ധരെ, അഹസിബത്തും മൻ തദ്ഖുലുൽ ജന്നത്ത അല്ലത്തി, ഇത് ആയത്തല്ലാട്ടോ ഞാൻ ഓതുന്നത്, ഞാനൊരു ഇബാറത്തുണ്ടാക്കുകയാണ്. അഹസിബത്തും അന്നക്കും തദ്ഖുലൂനൽ ജന്നത്ത അല്ലത്തി അഅദ്ദഹാലക്കും RSS നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് അല്ലയോ ജമാഅത്ത് വിരുദ്ധരെ, ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന അല്ലയോ ജൂദാസുകളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ചില സ്വയം വിമർശനങ്ങൾക്ക് തയ്യാറാവേണ്ടതുണ്ട്. ജമാഅത്ത് വിരുദ്ധരും അവരുടെ നടപടികൾ, അവരുടെ രീതികൾ, ശൈലികൾ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മാനവികതയ്ക്കും സഹായകമായത് തന്നെയാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ അതിൻ്റെ പ്രായോഗിക നടപടിക്രമങ്ങളിൽ പലതും പുനഃപരിശോധിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമുണ്ട്. പക്ഷേ അത് ഉന്നയിക്കുന്നതിനൊക്കെ ഒരു ശൈലി വേണം, അതിൻ്റെ സന്ദർഭം നോക്കണം. അതിന് അതിൻ്റേതായ ഒരു മാർഗമുണ്ട്, അതിൻ്റേതായ വേദികളുണ്ട്. കലിമത്തു ഹഖ്ഖിനു ഉരീദ ബിഹൽ ബാത്തിൽ, അധർമ്മം അല്ലെങ്കിൽ അസത്യം ഉദ്ദേശിച്ചുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന സത്യത്തിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ സമയമല്ലാത്തിടത്ത്, സന്ദർഭമല്ലാത്തിടത്ത്, അവസരമല്ലാത്തിടത്ത് നമ്മളുടെ ആഭ്യന്തര വിമർശനത്തിൻ്റെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരിക്കലും സ്വന്തം സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന സമീപനത്തിലേക്ക് പോവുക എന്നുള്ള സാഹസം നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഗാന്ധിയൻ സമരരീതികൾ, അഹിംസയുടേതായ സമരരീതികൾ അത് ആര് കൈക്കൊണ്ടാലും അതിന് അതിൻ്റേതായ പരിമിതികൾ ഉള്ളതോടൊപ്പം തന്നെ അത് ആണ് ധാർമ്മികമായി വിജയം നേടുക, അതാണ് ആത്യന്തികമായി സാമൂഹിക രാഷ്ട്രീയ സദാചാരത്തിൻ്റെ തലത്തിൽ, അന്താരാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലും അതിന് തന്നെയാണ് വിജയം നേടാൻ കഴിയുക. ഒരിക്കലും അക്രമത്തിൻ്റെയോ ഹിംസയുടെയോ മാർഗത്തിലേക്ക് കടക്കാതെ ഗാന്ധിജി പഠിപ്പിച്ചതുപോലെയുള്ള ഇത്തരം സമര രീതികൾ മുസ്ലിം സംഘടനകൾ കൂടുതൽ പതിവാക്കുകയും സ്വായത്തമാക്കുകയും അവരുടെ കർമ്മ പരിപാടികളിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യലാണ്
കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്.